പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. ആമേൻ. യോശുവ 2:11 നിന്റെ ദൈവമായ യഹോവ മീതെ സ്വർഗത്തിലും താഴെ ഭൂമിയിലും ദൈവമാകുന്നു. ഈ വിശ്വാസ പ്രഖ്യാപനത്തിൻ്റെ ആഴം മനസ്സിലാക്കുമ്പോൾ നമ്മുടെ ഹൃദയം വിസ്മയം കൊണ്ട് നിറയും. ഈ വാക്കുകൾ പറഞ്ഞത് ഒരു വിശുദ്ധനോ പ്രവാചകനോ ഒന്നുമല്ല. പാപത്തിൻ്റെ ഇരുണ്ട താഴ്വരകളിലൂടെ നടന്ന യെരിഹോയിലെ പാപിനിയായ രാഹാബാണ്. സമൂഹം അവളെ അവളുടെ പാപത്തിൽ തിരിച്ചറിഞ്ഞു. എന്നാൽ ദൈവം അവളെ അവളുടെ വിശ്വാസത്തിൽ തിരിച്ചറിഞ്ഞു. മനുഷ്യൻ അവളുടെ ഭൂതകാലം കണ്ടപ്പോൾ ദൈവം അവളുടെ ശുഭഭാവിയാണ് കണ്ടത്. രാഹാബ് യഹോവയുടെ മഹത്വത്തിൻ്റെ വാർത്ത കേട്ടിരുന്നു. ആ കേട്ട സത്യം അവൾ മറന്നില്ല. അത് അവളുടെ ഹൃദയത്തിൽ വിശ്വാസമായി ജ്വലിച്ചുകൊണ്ടിരുന്നു. ആ വിശ്വാസം അവളെ സ്വന്തം ജനതയ്ക്കെതിരായും സ്വന്തം സുരക്ഷയെപ്പോലും അപകടത്തിലാക്കിയും ദൈവത്തിൻ്റെ പക്ഷത്ത് നിൽക്കുവാൻ ധൈര്യപ്പെടുത്തി. യഥാർത്ഥ വിശ്വാസം വെറും വാക്കുകളുടെ ഏറ്റുപറച്ചിലല്ല, അത് ജീവിതത്തിൻ്റെ ദിശ മാറ്റുന്ന സമർപ്പണമാണ്. രാഹാബിൻ്റെ കഥ ദൈവത്തിൻ്റെ ദീർഘക്ഷമയുടെ ആഴം വെളിപ്പെടുത്തുന്നതാണ്. രാഹാബ് ഒരു പാപിനിയായി ചരിത്രത്തിൽ മാഞ്ഞുപോയില്ല. തിരുവെഴുത്തിൽ സ്മരിക്കപ്പെട്ട വിശുദ്ധ വനിതയായി തീർന്നു. എബ്രായർ 11:31. പാപിനിയായിരുന്ന രാഹാബ് വിശ്വാസം നിമിത്തം ചാരന്മാരെ സമാധാനത്തിൽ സ്വീകരിച്ചതുകൊണ്ട് അവൾ അവിശ്വാസികളോടൊപ്പം നശിച്ചില്ല. ദൈവം പാപം ക്ഷമിക്കുക മാത്രമല്ല, പാപിക്ക് തിരിച്ചറിവും ദിശാബോധവും നൽകുന്നു എന്നാണ് ഈ സംഭവം നമുക്ക് പറഞ്ഞു തരുന്ന ഉൾക്കാഴ്ച. ഒരിക്കൽ ലജ്ജയുടെ പേരായിരുന്നത് ദൈവകൃപയാൽ വീണ്ടെടുപ്പിൻ്റെ സാക്ഷ്യമായി മാറി. ദൈവകൃപയ്ക്ക് മാത്രം പ്രവർത്തിക്കാൻ കഴിയുന്ന അത്ഭുതമാണ് രാഹാബിൻ്റെ ജീവിതത്തിൽ സംഭവിച്ചത്. നമ്മുടെ ഭൂതകാലം എത്ര കറുത്തതായിരുന്നാലും അതിനെ ഹിമം പോലെ വെളുപ്പിക്കുവാൻ ക്രിസ്തുവിൻ്റെ രക്തം പര്യാപ്തമാണ്. അവിടുന്ന് പാപത്തിൻ്റെ കരിനിഴലുകൾ മായ്ക്കുകയും തകർന്ന ജീവിതത്തെ തൻ്റെ മഹത്വമുള്ള പാത്രമാക്കി മാറ്റുകയും ചെയ്യും. ഇതാണ് യെശയ്യാ പ്രവചനത്തിലെ വാഗ്ദാനം 1:18. നമ്മുടെ പാപങ്ങൾ കടും ചുവപ്പായിരുന്നാലും അവ ഹിമം പോലെ വെളുക്കും. യോഹന്നാൻ പറയുന്ന സാക്ഷ്യം ഇതുതന്നെയാണ്. 1 യോഹന്നാൻ 1:7. അവൻ്റെ പുത്രനായ യേശുവിൻ്റെ രക്തം സകല പാപവും നീക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. അതെ, ദൈവത്തിൻ്റെ പാപക്ഷമയുടെ സാധ്യതകൾ അനന്തമാണ്. പഴയ മുറിവുകളുടെയും കുറ്റബോധത്തിൻ്റെയും
തടവറയിൽ കഴിയുന്നവർക്കുള്ള രാഹാബിന്റെ സാക്ഷ്യം വളരെ സാന്ത്വനപ്രദമാണ്. എന്താണത്? ദൈവത്തിൻ്റെ കൃപയ്ക്ക് തിരുത്തി എഴുതുവാൻ കഴിയാത്ത യാതൊരു പാപവുമില്ല. കഴുകിക്കളയാൻ കഴിയാത്ത മാലിന്യങ്ങളില്ല. എല്ലാ തകർന്ന ജീവിതങ്ങളെയും ദൈവത്തിന് തൻ്റെ മഹത്വത്തിനായി രൂപാന്തരപ്പെടുത്തുവാൻ സാധിക്കും. തിരുവചനം അതിന് സാക്ഷിയാണ്. രാഹാബിന്റെ വീണ്ടെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ നമ്മുടെ വിശ്വാസത്തെ പുതിയൊരു കാഴ്ചപ്പാടിൽ നാം കാണേണ്ടതുണ്ട്. അതെന്താണ്? ക്ഷമിക്കുന്ന ദൈവത്തിലും കുറ്റവാളികളെ മക്കളാക്കുന്ന പിതാവിലും അപമാനത്തെ മഹത്വമാക്കുന്ന കർത്താവിലും ഭൂതകാലത്തെ വീണ്ടെടുത്ത് നിത്യപ്രത്യാശ നൽകുന്ന യേശുക്രിസ്തുവിലും സംശയമില്ലാതെ വിശ്വസിക്കുന്നതും പാപക്ഷമയ്ക്കായി പ്രത്യാശയോടെ തിരുസന്നിധിയിൽ കടന്നു ചെല്ലുന്നതുമാണ് വിശ്വാസം. അവനിൽ വിശ്വസിക്കുന്നവർ ഒരിക്കലും ലജ്ജിക്കുകയില്ല. അവൻ്റെ കൃപ പാപത്തേക്കാൾ വലുതാണ്. അവൻ്റെ സ്നേഹം നമ്മുടെ എല്ലാ പരാജയങ്ങളെക്കാളും ആഴമുള്ളതാണ്. പാപത്തിൻ്റെ പശ്ചാത്തലത്തിൽ നിന്ന് രാഹാബ് വിശുദ്ധയായി മാറിയത് അവളുടെ സ്വന്തം പരിശ്രമം കൊണ്ടൊന്നുമല്ല, ദൈവത്തിൻ്റെ കരുണയാൽ ആകർഷിക്കപ്പെട്ടതുകൊണ്ട് മാത്രമാണ്. യെറീഹോയുടെ മതിലുകൾക്കുള്ളിൽ ലജ്ജയുടെയും പാപത്തിൻ്റെയും തടവുകാരിയായി ജീവിച്ചവളെ ദൈവം തൻ്റെ വീണ്ടെടുപ്പിൻ്റെ പദ്ധതിയിലേക്ക് വിസ്മയകരമായി കൈപിടിച്ച് നടത്തി. അവളുടെ ജനാലയിൽ കെട്ടിയിരുന്ന ചുവപ്പ് നൂൽ ക്രിസ്തുവിൻ്റെ രക്തത്താൽ ലഭിക്കുന്ന രക്ഷയുടെ മനോഹരമായ ഒരു മുൻനിഴലായി മാറി. ദൈവത്തിന് സ്തോത്രം. ഒരിക്കൽ പാപത്തിൻ്റെ വീടായിരുന്നു അവളുടേത്. അത് ദൈവം രക്ഷയുടെ ഭവനമാക്കി. ഒരിക്കൽ അപമാനത്തിൻ്റെ പേരായിരുന്നു അവൾക്ക്. അത് ദൈവമകൾ എന്ന് പുനർനാമകരണം ചെയ്യപ്പെട്ടു. തുടർന്ന് ദൈവം അവളെ ഇസ്രായേൽ ജനത്തോട് ചേർത്തു. ബോവസിന്റെ മാതാവാകുവാനുള്ള മഹത്തായ അനുഗ്രഹം നൽകി. ഒടുവിൽ ലോകത്തിൻ്റെ രക്ഷകനായ യേശുക്രിസ്തുവിൻ്റെ വംശാവലിയിൽ അവൾക്ക് സമുന്നത സ്ഥാനം ലഭിച്ചു. ഇതാണ് ദൈവത്തിൻ്റെ പാപക്ഷമയുടെയും വീണ്ടെടുപ്പിൻ്റെയും കൃപയുടെയുമൊക്കെ അത്ഭുതം. അവിടുന്ന് പാപിയോട് ക്ഷമിക്കുക മാത്രമല്ല, അവളെ തൻ്റെ രക്ഷാകര പദ്ധതിയുടെ ഭാഗമാക്കുകയും തൻ്റെ മഹത്വത്തിൻ്റെ സാക്ഷിയാക്കുകയും ചെയ്യുന്നു. എന്തൊരു വിസ്മയമാണ് ഇത്, അല്ലേ? 1 യോഹന്നാൻ 1:9. നാം പാപങ്ങൾ ഏറ്റുപറയുന്നുവെങ്കിൽ അവൻ വിശ്വസ്തനും നീതിമാനുമാകയാൽ പാപങ്ങൾ ക്ഷമിക്കുകയും എല്ലാ അനീതികളിലും നിന്നും നമ്മെ ശുദ്ധീകരിക്കുകയും ചെയ്യും. രാഹാബിൻ്റെ കഥ ദൈവത്തിൻ്റെ വീണ്ടെടുപ്പിൻ്റെ കഥയാണ്. എത്ര ആഴമുള്ള പാപ വീഴ്ചയിലായിരുന്നാലും ദൈവത്തിൻ്റെ ക്ഷമ അതിലും ആഴമുള്ളതാണെന്നും, എത്ര കറപിടിച്ച ഭൂതകാലമായിരുന്നാലും
ദൈവകൃപ അതിനെ വീണ്ടെടുത്ത് തൻ്റെ രക്ഷാപദ്ധതിയുടെ ഭാഗമാക്കാൻ ശക്തമാണെന്നും ഈ സംഭവം നമുക്ക് പറഞ്ഞു തരുന്നു. പാപത്തിൻ്റെ ശിക്ഷയ്ക്ക് അർഹരായവരെ കൃപയുടെ അവകാശിയാക്കി മാറ്റുന്ന ദൈവസ്നേഹത്തിൻ്റെ മഹത്വം, വിസ്മയം രാഹാബിലൂടെ തിരുവചനം നമുക്ക് പറഞ്ഞു തരുന്നു. പ്രിയ സഹോദരങ്ങളെ, കർത്താവിൻ്റെ കരുണയുടെ വാതിൽക്കൽ ആരും ഇനി അന്യരെ പോലെ കാത്തു നിൽക്കേണ്ടതില്ല. സകലജനത്തിൻ്റെയും സന്തോഷവും പ്രത്യാശയുമായ ക്രിസ്തുയേശുവിൻ്റെ സന്നദ്ധിയിലേക്ക് എല്ലാവർക്കും സധൈര്യം കടന്നു ചെല്ലാം.